നമസ്കാരം, സകുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിജയ് ചേട്ടനും ബിന്ദു വിജയാണ്. നമുക്കപ്പോൾ ചേച്ചിയുടെ അവരുടെ വിശേഷങ്ങളും എന്തൊക്കെയാണ്, കാരണം അവർക്ക് നിറയെ കഴിവുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു നല്ല പാട്ട് കേട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒരു സകുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേച്ചി, വെൽക്കം ടു സകുടുംബം. നമസ്കാരം. ചേട്ടനോട് പറഞ്ഞില്ലല്ലേ? ചേട്ടാ, രണ്ടുപേർക്ക് നമസ്കാരം. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് കേട്ട് തുടങ്ങാം അല്ലേ? ഇന്നത്തെ എങ്ങനെയുണ്ട്? തുടങ്ങിയാലോ? പാട്ട് കേൾക്കാം. ആദ്യം പാടിക്കോ. എന്തിനു വേറൊരു മധുവസന്തം, എന്തിനു വേറൊരു മധുവസന്തം, ഇന്ന് നീ എന്നരികിലില്ലേ? മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം? മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എന്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണി ഗോപിക്ക് ഈ മിഴി പൂക്കളിന്നെന്തേ പൂക്കൊണ്ടു മൂടുന്നു വൃന്ദാവനം, സിന്ദൂരമണിയുന്നു രാഗാ
സ്വരയമോടെ എന്തിനു വേറൊരു സൂര്യോദയം നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ എന്തിനു വേറൊരു മധുവസന്തം ഇന്നും നീ എന്നരികിലില്ലേ മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം അടിപൊളിയായിട്ട് പാടിയിട്ടോ രണ്ടുപേരും. അപ്പൊ നമുക്ക് വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് നോക്കാം, എങ്ങനെയാണ് ഈ പാട്ടിലേക്കുള്ള എൻട്രി? പാട്ടുകാരായിട്ടാണോ എല്ലാവരും അറിയുന്നത്? പാട്ടുകാരായിട്ടാണ് ഇപ്പം അറിയുന്നത്. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിൻ്റെ വലിയൊരു ചരിത്രമൊന്നുമില്ല. ചെറുപ്പത്തിൽ സ്കൂളിൽ വെച്ചാണ് ടീച്ചേഴ്സാണ് നമ്മൾ പാട്ട് പഠിപ്പിച്ചത്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് വസന്ത ടീച്ചർ, ആയിഷ ടീച്ചർ, പിന്നെ വിലാസിനി ടീച്ചർ, പത്മിനി ടീച്ചർ, കൃഷ്ണമാ സാറ്, അങ്ങനെ കുറച്ച് വലിയ നീണ്ട നിര തന്നെ ഉണ്ട് അല്ലേ? അവരാണ് ചെറുപ്പം മുതൽ നമ്മൾ പാട്ട് പഠിപ്പിച്ചത്, കലോത്സവങ്ങൾ പങ്കെടുപ്പിച്ചത്, അതിൽ പ്രൈസ് കിട്ടാണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ചേച്ചിയുടെ? അപ്പം ഞാൻ ആക്ച്വലി പാട്ടിലല്ല എനിക്ക് താല്പര്യം, കൂടുതൽ ഡാൻസിലാണ് താല്പര്യം. ആണല്ലോ. അപ്പൊ പാട്ട് എങ്ങനെയാണ്? ചേട്ടന്റെ കൂടെ ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ഡ്യുവറ്റ്സ് പാടി തുടങ്ങി. ഞാൻ പിച്ച വെച്ച് തുടങ്ങിയത് ഡ്യുവറ്റ്സ് പാടി തുടങ്ങിയിട്ട്. ആണോ? അപ്പം അതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇൻസ്പിറേഷൻ ചേട്ടൻ തന്നെയാണ്. അല്ല, അപ്പം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പാടിയിട്ടേ ഇല്ല. എൻ്റെ പിള്ളേർ മീൻസ് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് നീ ഇപ്പൊ പാട്ടുകാരിയായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഞാൻ അതാ ചോദിക്കാൻ വന്നത്. കാരണം പെട്ടെന്ന് എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരു നെറ്റല്ല, അയ്യോ അത് അന്ന് നീ കേട്ടിട്ടേ ഇല്ല പാടുന്നത്, ഇപ്പം സ്റ്റേജിലൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ? അതെ, പാട്ടിനോടുള്ള താല്പര്യം നമ്മൾ മ്യൂസിക് ക്ലബിലൂടെ പോയിട്ട് വന്നിട്ടും അങ്ങനെയാണ് പിന്നെ പാടാനുള്ള ഒരു ധൈര്യം ഒക്കെ വന്നു തുടങ്ങിയത്. കറക്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുള്ളതുകൊണ്ട്. ഇന്നിപ്പോൾ ഒട്ടും വയ്യ തീരെ, എന്നാലും പെട്ടെന്ന് പാടാൻ പറഞ്ഞപ്പോൾ ആര് കിട്ടി. അല്ല, അപ്പൊ ഒന്ന് ഷോസ് ഒക്കെ ഉള്ള നല്ല ടൈമാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം അല്ല, കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പം പറഞ്ഞു നൃത്തമാണ് കൂടുതലെന്ന്. അപ്പം വീട്ടിലെ കാര്യങ്ങളും പാട്ടും നൃത്തവും ഒക്കെ കൂടി എങ്ങനെയാ? ഇപ്പൊ പഠിക്കുന്നുണ്ടോ നൃത്തം? നൃത്തം ഇപ്പൊ പഠിക്കുന്നില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്തു. പഠിച്ചിരുന്നു ആശാശരത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൈരളി കലാകേന്ദ്രത്തിൽ പഠിച്ചിരുന്നു. ഇപ്പൊ കുറച്ച് പ്രോഗ്രാമിന്റെ ഒക്കെ ഇടയ്ക്ക് തിരക്കായ കാരണം വീണ്ടും പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. അപ്പം ചേട്ടൻ എത്രമാത്രം അതെല്ലാം കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടി എന്തായാലും ചേട്ടനെ സപ്പോർട്ട് വേണം അല്ലേ? അപ്പൊ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ചേട്ടൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോഴും അതുപോലെ സ്റ്റേജ് ഷോ ചെയ്യുമ്പോഴും ഒക്കെ കൂടെ നിൽക്കുകയെന്ന് മാത്രമല്ല, കുട്ടികളുടെ 2 കുട്ടികളുണ്ട്. 2 കുട്ടികളുടെ കാര്യം ഞാൻ അറിയാറേ ഇല്ല. ഞാൻ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പോകാറുണ്ട്. ഒരുപാട് പ്രോഗ്രാം ഇപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. സെലിബ്രിറ്റി ഷോസും ഒക്കെ ഇപ്പോൾ ഭാഗ്യം കൊണ്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോഴും സപ്പോർട്ടായിട്ട് ചേട്ടനാണുള്ളത്. അപ്പം മക്കള് എൻ്റെ അടുത്തേക്ക് വിടാതെ നോക്കാനും അതുപോലെ തന്നെ അവരെല്ലാ കാര്യങ്ങളും ആ സമയത്ത് ചെയ്യുന്നതൊക്കെ ചേട്ടനാണ്. അല്ല, അപ്പൊ ശരിക്കും ചേട്ടനാണ് ചേച്ചിയെ സപ്പോർട്ട് തന്നെ ചേട്ടനാണ് എൻ്റെ കോൺഫിഡൻസ്. അപ്പൊ ചേട്ടാ പറയും, ഇപ്പം ചേച്ചി പാട്ടിന് പോകുന്നു, അപ്പൊ ചേട്ടനാ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ഇനി പാട്ടിന് പോവണ്ട, വീട്ടിലിരിക്കൂ എന്ന് എപ്പോഴെങ്കിലും ഒന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഓരോരുത്തരെ കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഭാര്യയ്ക്ക് എത്രമാത്രം കഴിവുകളുണ്ടെങ്കിൽ ഓക്കെ, മാക്സിമം കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ 2010 നമ്മൾ ഈ പാട്ടിൻ്റെ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റുന്നത്. കാരണം അതിലേക്ക് ഈ മേഖലയിലേക്ക് തിരിയാനായിട്ട് നമ്മുടെ ഫ്രണ്ട് ഒരു സുശീൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് എൻസരം എന്ന് പറഞ്ഞൊരു മ്യൂസിക് ക്ലബ്ബുമായിട്ട് പരിചയപ്പെടുത്തി. കലാമണ്ഡലത്തിൽ വെച്ചിട്ടായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പോൾ എൻസരം അതിനുശേഷം ദുബായ് കരാക്കെ ക്ലബ്ബ്, പിന്നെ ഹാർമണി, പിന്നെ വോയിസ് ഓഫ് ഷാർജ, മലയാളം മ്യൂസിക് ക്ലബ്ബ്, കലാനികേതൻ, ഗൾഫ് വോയിസ്, അങ്ങനെ വീണ്ടും പാടാം, അങ്ങനെ ഒരുപാട് മ്യൂസിക് ക്ലബ്ബുകളായിട്ട് പിന്നെ ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങി. അതിൽ എൻസുരം എന്ന കലാ കൂട്ടായ്മയിൽ അതിലൊരു മോഹൻ മാഷ് എന്ന് പറഞ്ഞ കലാമണ്ഡലത്തിലെ മാഷ്, മ്യൂസിക് പഠിപ്പിക്കുന്ന മാഷ് ആണ് സ്വരങ്ങളും കാര്യങ്ങളെല്ലാം ഒരു ചെറിയൊരു ക്ലാസ് എടുക്കുമായിരുന്നു. എല്ലാവർക്കുമായിട്ട് ഒരു പൊതുവായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൽ നിന്നാണ് നമുക്ക് കുറച്ചുകൂടി ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്, ഇനി പാടാൻ പഠിക്കണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അഭിലാഷം ഉണ്ടായിരുന്നു, ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ചെറിയൊരു ആഗ്രഹം അന്ന് മുതലേ പണ്ട് മുതലേ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2015 അത് കഴിഞ്ഞ വർഷം ഞങ്ങളൊരു ചെറിയൊരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കുകയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബേസിൽ ഉണ്ടാക്കുകയും അതിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർക്ക് ഒരുപാട് ചാൻസുകൾ കൊടുത്തിട്ട് പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി.
അങ്ങനെ ഈ വർഷം അതായത് 2016 ഞങ്ങൾ 5 പ്രോഗ്രാംസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ടീമിന്റെ പേര് കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ശ്രീരാഗം ഡാൻസ് ആൻഡ് മ്യൂസിക്. ശ്രീരാഗം ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഇല്ല, 1 ഇയർ ആയിട്ട് നമ്മൾ പോയി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഈ വരുന്ന ഡിസംബർ 30-നാണ് ഞങ്ങളുടെ 6ാമത്തെ പ്രോഗ്രാം ആയിട്ടുള്ള ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ. അത് നക്ഷത്രദീപങ്ങൾ എന്നുള്ള നിറയെ കുട്ടികളും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരു 25 കൂടുതൽ ഫാമിലികളും പിന്നെ ഒരു കുറെ ബാച്ചിലേഴ്സ് ആയിട്ട് 100 ആളുകൾ. ശരിക്കും ഒരു ഫാമിലി കൂട്ടായ്മ എന്ന് തന്നെ പറയാം. കാരണം നമുക്കൊന്നും ഇപ്പം നമ്മുടെ സ്വന്തം ഫാമിലി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് നമ്മുടെ ഫാമിലി. ശരിക്കും അങ്ങനെ തോന്നിയിട്ടില്ല എപ്പോഴും. എല്ലാ കാര്യത്തിലും നമുക്ക് സപ്പോർട്ട് അവരാ തരുന്നത്. ഇപ്പൊ പാട്ട് പാടുന്ന കാര്യം ഇപ്പം അയ്യോ എനിക്ക് വയ്യ എന്ന് പറയുമ്പോഴേക്കൊന്നും ചേട്ടനെ പോലെ തന്നെ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ? ഇവിടെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. മെയിനായിട്ട് ഞങ്ങളുടെ ശ്രീരാഗം ടീമിൽ തന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് തന്നെ പറയാം. അവരാണ് നമുക്ക് ഇന്നിപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് പാടാൻ പറ്റില്ല, എനിക്ക് തൊണ്ട വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലെ അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോയി അറ്റൻഡ് ചെയ്യുക, അതൊക്കെ ദൈവനിശ്ചയമാണ്, അവിടെ ചെന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഉമേഷ്, മനോജ്, ശാരദാ കൃഷ്ണൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം മുരളിയേട്ടൻ. ഇവരെല്ലാവരും ഇന്നലെ വൈകുന്നേരം വിളിച്ചിട്ട് എന്നെ നന്നായി എൻകറേജ് ചെയ്ത് പറഞ്ഞയച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദീപൻ വളരെയധികം സപ്പോർട്ടീവാണ്. ദീപൻ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമായിട്ടുള്ള സംഗീതോത്സവം എന്ന് പറഞ്ഞ പരിപാടിക്ക് ജനുവരി 29-നായിരുന്നു അത് ചെയ്തിരുന്നത്. അതിൽ ആങ്കർ ചെയ്തിരുന്നത് ദീപനായിരുന്നു. അതിനുശേഷം അന്ന് MT പ്രദീപ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ ചേട്ടനാണ്, ലിറിക്സിസ്റ്റാണ്, അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം വിഷുക്കൈ നീട്ടം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ചെയ്തിരുന്നു ഏപ്രിൽ 29-ന്. വേറെ പ്രോഗ്രാംസ് അതിന് ശേഷം കയ്യിൽ വന്നല്ലേ? സ്വന്തമായിട്ട് ശ്രീരാഗത്തിന്റെ 6th പ്രോഗ്രാമാണ് ഡിസംബർ 30-ന്. അതെ, നക്ഷത്രദീപങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം ഒരുമിച്ച്. അപ്പൊ ഞാൻ ഇത്രയും പാട്ടിനെ കുറിച്ചാണ് ചോദിച്ചത്. നാട്ടിലെവിടെയാണ്? നാട്ടില് ഞാൻ പാലക്കാട് ജില്ലയില് ഒറ്റപ്പാലം എന്ന സ്ഥലത്ത് പനമണ്ണ എന്ന സുന്ദരമായ ഒരു ഗ്രാമത്തിൽ. പാലക്കാട്ടുകാരെല്ലാവരും നല്ല ആൾക്കാർ. അതെ ചേച്ചി ആണ്. ചേച്ചി നാട്ടിലെവിടെയാണ്? ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തില് ആണല്ലേ. അപ്പൊ അവിടുന്ന് എത്ര നാളെ ഇങ്ങോട്ട് വന്നിട്ട്? കല്യാണം കഴിഞ്ഞിട്ടാണോ ചേച്ചി വന്നത്? അതെ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നു 13 വർഷമായി. ചേട്ടൻ? ഞാൻ 1997-ലാണ് വന്നത്. 20 വർഷമാകാൻ പോകുന്നു. ആണല്ലേ. അപ്പം ഈ 20 വർഷത്തിനിടയിൽ ആദ്യ നാളുകളിലൊന്നും നമ്മൾ സംഗീതമായിട്ട് യാതൊരു ബന്ധമില്ല. നേരത്തെ ഞാൻ നാട്ടിൽ വെച്ച് ഗിറ്റാർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെസ്ലി പീറ്റർ മാഷ് എന്ന് പറഞ്ഞ മാഷിൽ നിന്നാണ് പഠിച്ചത്. അത് അദ്ദേഹം സ്റ്റീഫൻ ഡേവിസിയുടെ മാഷാണ്. ഇവിടെ വന്നതിന് ശേഷം വിനോദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ലെസ്ലി പീറ്റർ സാറിന്റെ അടുത്ത് തന്നെ പഠിച്ച ഒരു സ്റ്റുഡന്റ്. അപ്പൊ എന്തായാലും ചേട്ടന് പാട്ടിനോട് ഇത്രയും താല്പര്യസ്ഥിതിക്ക് ചേട്ടനൊരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? അല്ലേ ചേച്ചി, റെഡി അല്ലേ? നമുക്ക് ചേട്ടനൊരു പാട്ട് ചേട്ടാ പാടാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. എനിക്കും വളരെ ഏറ്റവും ഇഷ്ടം. ഞാനത് ആദ്യം നോക്കിയത് ഏത് പാട്ടാ പാടുന്നതെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയത് കേട്ടോ. ശരിക്കും ശരിക്കും ആ ഒരു ഫിലിമിലാണെങ്കിൽ പോലും ആ പാട്ട് വളരെയധികം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ചേട്ടനിപ്പം വീട്ടിലാണെങ്കിലും മക്കളെ കുറിച്ച് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. മക്കൾ എന്ത് ചെയ്യുന്നു? 2 പേരാണ്, ഒരു മോൻ ഒരു മോള്. അപ്പം മക്കൾക്ക് ഈ കഴിവ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അത് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്? ഇപ്പം നമുക്കറിയാം ചെറുതിലേ നമ്മൾ ട്രെയിൻ ചെയ്താൽ മാത്രമേ വലുതാവും വലിയ ഗായകരാവുള്ളൂ അല്ലേ? അങ്ങനെയല്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാത്രല്ല. അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇത് ചെയ്യണം അങ്ങനെ പറയാറില്ല. പാടാൻ ഇഷ്ടമാണ്, പാട്ട് പാടും രണ്ടുപേരും. ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, രണ്ടുപേരും ഡാൻസ് ചെയ്യും. അപ്പം അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കഴിവ് രണ്ടും മിക്സ് ചെയ്ത് അതിനേക്കാളുള്ളവരുപരി നന്നായി വരയ്ക്കും മോൻ. ആണോ? പിന്നെ മോളാണെങ്കിലും അതുപോലെ അവൾക്ക് ഈ ചെറിയ ചെറിയ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും. അതിനോടാണ് താല്പര്യം. പിന്നെ ഫാഷൻ ഡിസൈനിങ്, ചെറിയ കുട്ടിയാണ്, ഇപ്പോഴും അതിനോടൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങി. ആണല്ലേ, കൂടുതലും അതിനോടാണ് ഇൻട്രസ്റ്റ്. ആണ്. അപ്പം അമ്മയ്ക്ക് പ്രോഗ്രാംസിൽ ഡ്രസ്സിന് മോള് ഡിസൈൻ ചെയ്യുന്നില്ല? അവളാണ് പറയാ ഇത് നന്നായിരിക്കും, ഈ കമ്മല് നന്നായിരിക്കും, റെഡി ആയിട്ട് 2 പേരാണ് പറയും. അപ്പൊ നമുക്ക് ഇനി പാട്ട് കേൾക്കാം. എന്തേ കണ്ണനു കറുപ്പു നിറം, എന്തേ കണ്ണനിത്ര കറുപ്പു നിറം,
കാളിന്തിയിൽ കുളിച്ചതിനാരോ കാളിയനെ കൊന്നതിനാരോ ശ്യാമരാധേ ചൊല്ലുനിൻ ചുടുചുംബനമേറ്റതിനാലോ എന്തേ കണ്ണനു കറുപ്പു നിറം രാധയപ്പോൾ മറുപടിയോതി ഗോവർദ്ധനം പണ്ട് തൃക്കൈയിലേന്തുമ്പോൾ കരിമുകിൽ പുണർന്നുവെന്ന് രാധയപ്പോൾ മറുപടിയോതി ഗോവർദ്ധനം പണ്ട് തൃക്കൈയിലേന്തുമ്പോൾ കരിമുകിൽ പുണർന്നുവെന്ന് 16,000 കാമുകിമാരുടെ 16,000 കാമുകിമാരുടെ അനുരാഗ കുശുമ്പു കൊണ്ടെന്ന് എന്തേ കണ്ണനിത്ര കറുപ്പു നിറം കാളിന്തിയിൽ കുളിച്ചതിനാരോ കാളിയനെ കൊന്നതിനാരോ ശ്യാമരാധേ ചൊല്ലുനിൻ ചുടുചുംബനമേറ്റതിനാരോ എന്തേ കണ്ണനു കറുപ്പു നിറം ഗുരുവായൂർ കണ്ണൻ മറുവാക്കിലോതി കുറുരമ്മ പണ്ടെന്നെ കലത്തിലടച്ചപ്പോൾ വാത്സല്യക്കാരി പുരണ്ടെന്ന് ഗുരുവായൂർ കണ്ണൻ മറുവാക്കിലോതി കുറുരമ്മ പണ്ടെന്നെ കലത്തിലടച്ചപ്പോൾ വാത്സല്യക്കാരി പുരണ്ടെന്ന് എന്നാലുമെന്റെ നിറത്തിനെ 1000 മഴകുണ്ടെന്ന് എന്തേ കണ്ണനു കറുപ്പു നിറം എന്തേ കണ്ണനിത്ര കറുപ്പു നിറം കാളിന്തിയിൽ കുളിച്ചതിനാരോ കാളിയനെ കൊന്നതിനാരോ ശ്യാമരാധേ ചൊല്ലുനിൻ ചുടുചുംബനമേറ്റതിനാലോ എന്തേ കണ്ണനു കറുപ്പു നിറം പാടിയല്ലേ ശരിക്കും നന്നായി പാടി. ഒരിക്കലും ഈ കഴിവ് നിർത്തരുത് കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ലൈഫ് ലോങ് അത് അതേപോലെ തന്നെ പോകണം. നിർത്താൻ സമ്മതിക്കില്ല. അല്ല, കാരണം നമ്മളുള്ള കഴിവ് എപ്പോഴും നമ്മളിങ്ങനെ പാടിയല്ലേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുള്ള കഴിവ് നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞു. അല്ല, ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ ക്ലാസ് ഗ്രൂപ്പിലെല്ലാം പോയി. അതിലൂടെ ചേട്ടൻ്റെ കഴിവ് തിരിച്ചു. അതുപോലെ തന്നെ ചേച്ചിയും ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നു. ചേട്ടനൊന്ന് പാടൂ എന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു, പാടി. ഇപ്പോൾ ചേച്ചിക്ക് ഇഷ്ടംപോലെ സ്റ്റേജ് ആണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളിലുള്ള കഴിവ് നമ്മൾ ഒരിക്കലും ചിലത് അങ്ങനെയാണ് അല്ലേ, കഴിവ് തിരിച്ചറിയാൻ നമുക്ക് ആരെങ്കിലും വേണം. എനിക്കൊന്ന് അതുപോലെ കിട്ടിയതാണെന്ന് തോന്നുന്നു ചേച്ചിക്ക് ചേട്ടന്. കറക്റ്റ് ആയിട്ട് ശ്രീരാഗത്തിന്റെ ഒരു ഉദ്ദേശം തന്നെ അത് തന്നെയാണ്. ഒരുപാട് കഴിവുകൾ ഉള്ള ഒരുപാട് ആൾക്കാർ യു എയിലുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ
പറ്റുന്ന പോലെ ഒരു വേദി നമ്മൾ കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ശ്രീരാഗം എല്ലാ വർഷവും 4 പ്രോഗ്രാംസ് വെച്ച് നടത്താമെന്ന് വിചാരിച്ചു. ഇപ്പം അത് 6 പ്രോഗ്രാംസായി അവസാനിച്ചിരിക്കണം. അതുപോലെ തന്നെ വിനോദയാത്രകൾ നടത്താറുണ്ട്. ഒരു വിനോദയാത്ര നടത്തിയിരുന്നു. UAE തന്നെയാണോ? UAE തന്നെ കുടുംബമായിട്ട് പുറത്ത് പോവുക, ഇൻഡോർ ആയിട്ടുള്ള പരിപാടി, അതുപോലെ പുറത്തുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് കിട്ടുകയാണെങ്കിൽ കഴിവുള്ളവരെ കൊണ്ടുപോയി പാടിക്കുക, കഴിവില്ലാത്തവരെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്കൊരു നല്ല സാറിനെ കിട്ടാനൊക്കെയാണ് ഏറ്റവും പാടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രീരാഗം പോലൊരു സ്ഥാപനം എല്ലാ കുട്ടികൾക്കും ഇതിനോട് താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു. അപ്പം ഇതേപോലെ തന്നെ എന്നും സപ്പോർട്ട് ചെയ്ത് ഇനിയും നമ്മൾ ഇതിലൂടെ തന്നെ പ്രേക്ഷകരുടെ സംസാരിക്കുന്നതാണ്. ഗിറ്റാറിസ്റ്റും കൂടിയാണ്. അത് പറഞ്ഞില്ലല്ലോ ഇത്ര നേരം. പാട്ട് പാടുക, ഒരാൾ പാടും, ഡാൻസ് കളിക്കും, കുക്കിംഗ് ഉണ്ടോ? കുക്കിംഗ് അത്യാവശ്യം. അപ്പം ഇത് കലാപരമായിട്ടാണ് താല്പര്യം. കവിത എഴുതുന്നത്, കവിത. ഇതൊക്കെ വെറുതെ മിണ്ടാണ്ടിരിക്കുന്നതേ ഉള്ളൂ സൈഡില്. അപ്പോൾ ആ ചേട്ടന്റെ കാര്യം പറഞ്ഞു, ചേട്ടൻ ഗിറ്റാറിസ്റ്റ് കൂടിയാണ്. ഇത്ര നേരം അതിനെക്കുറിച്ച് പറഞ്ഞില്ല കേട്ടോ, പാട്ടിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നും സപ്പോർട്ട് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഞങ്ങളെ ഈ പ്രോഗ്രാം കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും എന്നെ പഠിപ്പിച്ച സാറന്മാർ, ടീച്ചേഴ്സ്, അവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ മോഹന മാഷ്, പ്രത്യേകിച്ച് സ്വരങ്ങൾ പറഞ്ഞു തന്ന മോഹന മാഷ്, എൻ്റെ ടീച്ചേഴ്സായിട്ടുള്ള വസന്ത ടീച്ചർ, പരിഷ ടീച്ചർ, പത്മിനി ടീച്ചർ, അങ്ങനെ എല്ലാ ടീച്ചർമാർക്കും നന്ദി പറയുന്നു. ശ്രീവിട്ട സാറിന് അതിലേറെ നന്ദി പറയുന്നു ഗിറ്റാർ പഠിപ്പിച്ചു തന്നതിൽ. പിന്നെ എല്ലാ കൂട്ടുകാർക്കും, വീട്ടുകാർക്കും, അച്ഛനമ്മയ്ക്കും എല്ലാം. ആദ്യമായിട്ട് പറയാനുള്ളത് സർവേശ്വരനാണ്, ഈശ്വരനോട് പറയുന്നുണ്ട്. ഞങ്ങളുടെ പാരൻസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, ഞങ്ങളുടെ കൂട്ടുകാർ, വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർ, ഞങ്ങളുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹസമ്പന്നരായിട്ടുള്ള നാട്ടുകാരാണ് ഞങ്ങൾ രണ്ടുപേര്. പിന്നെ അതുപോലെ നാട്ടിലുള്ള സംഘടനകൾ എല്ലാവരും നാട്ടിൽ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ നാട്ടിൽ പോയപ്പോൾ കുറച്ച് 2-3 പ്രോഗ്രാമുകൾ വന്നതായിരുന്നു. പക്ഷെ വെക്കേഷന് പോകുന്നതുകൊണ്ട് നമുക്കത് എടുക്കാനും ചെറിയ ബുദ്ധിമുട്ടില്ല. സാർ ഇനിയും നാട്ടിലും ഇതേപോലെ പ്രോഗ്രാംസ് കിട്ടട്ടെ. പിന്നെ ആരോടെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി എല്ലാവർക്കും നന്ദി. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ദീപൻ, അതുപോലെ തന്നെ NTVയിലെ എല്ലാവർക്കും നന്ദി. ഒപ്പം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്നത്തെ സകുടുംബം ഞാൻ ബൈ പറയാൻ ടൈം ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും നല്ലൊരു കുടുംബവുമായി എത്താം. അതുവരെ നമസ്കാരം.